السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയപ്പെടുന്ന മജാലിസുകൾ അത് അല്ലാഹുവിങ്കൽ അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ള മജാലിസുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള മജാലിസുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിൽ ഉള്ളവരോട് പറയും. അതുകൊണ്ട് നാം ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഇത് അല്ലാഹു നമ്മെ നോക്കിക്കാണുന്നുണ്ട്, നമ്മെക്കുറിച്ച് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നാം ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ഇരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുആവിദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ശേഷം അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്ന മൻ കാന ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദക്കാർ, ജൂതനസാറാക്കൾ, അവർ അവരുടെ ദീനിന്റെ വിഷയത്തിൽ 73 കക്ഷികളായി തിരിഞ്ഞിട്ടുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടുണ്ട്. وإن هذه الأمة ستفترق على 73 فرقة. എന്റെ ഈ സമുദായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾക്ക് ശേഷം വരുന്ന എന്റെ ഈ ഉമ്മത്തിൽ വ്യത്യസ്തമായ 73 കക്ഷികൾ ഉണ്ടാകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഈ വിഭാഗങ്ങളെല്ലാവരും നരകത്തിലാണ്, ഇല്ല വാഹിദതൻ, ഒരു വിഭാഗം ഒഴികെ. സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅ, അവരാണ് അൽ ജമാഅ. ഈ ഹദീസ് ഇമാം അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ഇമാം ഇബ്നുൽ അറബി, ഹാഫിദ് അൽ ഇറാഖി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുമുല്ലാഹ്, ഇങ്ങനെ അനേകം ഉലമാക്കൾ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ സമൂഹത്തിൽ ബാധിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. ശരിക്ക് നിങ്ങൾ ചിന്തിക്കണം, ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം മുസ്ലിമീങ്ങൾക്കിടയിൽ ബാധിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. എന്താണ് ആ വിപത്ത്? ഈ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പൊ ഇന്ന് ചില ആളുകളൊക്കെ അവരുടെ സംസാരത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഒന്നിക്കാത്തത്, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഓരോരോ ദിവസവും ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. അത് അള്ളാഹുവിന്റെ ഖദറാണ്, അതെന്തായാലും ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന കാര്യമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു ഹദീസിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി. ശേഷം അവിടുന്ന് ചില ഉപദേശങ്ങൾ സഹാബത്തിന് കൊടുത്തു. ഇർബാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില റിവായത്തിൽ വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ. അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ സഹാബികൾക്ക് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സഹാബത്ത് പറയുന്നു, ആ ഉപദേശം കേട്ടപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു, നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടായി. അതിലൊരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ശരിക്കും ചിന്തിക്കണം. ആ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ താങ്കൾ ഞങ്ങളെ വിട്ടുപോകാൻ പോകുന്നത് പോലെയുണ്ട്, താങ്കൾ ഞങ്ങളോട് വിട പറയാൻ പോകുന്നു എന്ന് ഈ സംസാരത്തിൽ നിന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഔസിന, ഞങ്ങൾക്കൊരു വസിയ്യത്ത് അങ്ങ് തരണം. താങ്കളുടെ വഫാത്തിന് ശേഷം നമുക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു വസിയ്യത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു,
ആ മറുപടിയിൽ അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ചില്ലറയല്ല. പ്രവാചകൻ കുറച്ച് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസം എവിടെ ഉണ്ടാകും എന്നല്ല പറഞ്ഞത്, മറിച്ച് ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ദീനിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വിഷയത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലും ഒക്കെ ഇന്ന് അഭിപ്രായ ഭിന്നത നാം കാണുന്നുണ്ട്. ഇത് പ്രവാചകൻ അവരോട് പറഞ്ഞു, അഭിപ്രായ വ്യത്യാസം കാണും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ നമ്മോട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് പറഞ്ഞു. കേവലം ഭിന്നിപ്പ് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, യോജിക്കാത്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടപ്രകാരം എനിക്ക് ഇന്നതാണ് ശരിയായി തോന്നുന്നത്, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കും, മറ്റവന് ഇന്നതാണ് ശരിയായി തോന്നുന്നത്, ഞാനത് സ്വീകരിക്കും എന്നാണോ അവൻ തീരുമാനിക്കേണ്ടത്? അല്ല. പ്രതിവിധിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. നിങ്ങളൊരു മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമായാൽ എന്റെ സുന്നത്ത് എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. വസുന്നത്തിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ മിൻ ബഅദി, എന്റെ ഖുലഫാ ഉർ-റാഷിദീങ്ങൾ അവരുടെ മാർഗം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസുന്നത്തുൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ മിൻ ബഅദി തമസ്തകൂ ബിഹാ. നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഹദീസാണിത്. തമസ്തകൂ ബിഹാ, നിങ്ങൾ എന്റെയും സഹാബത്തിന്റെയും സുന്നത്ത് മുറുകെ പിടിക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കുക മാത്രമല്ല, തമസ്തകൂ ബിഹാ, അത് നിങ്ങൾ കൈകൾ കൊണ്ട് ശക്തമായി പിടിക്കണം. നിങ്ങളെ അതിൽ നിന്ന് വേർപെടുത്താൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തമസ്തകൂ ബിഹാ, കേവലം പിടിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ പിടിയിൽ നിൽക്കണമെന്നില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളെ ആ മാർഗത്തിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, ശരിയായ വഴിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട ശരിയായ നിലപാടിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുന്നത്തിലും സഹാബത്തിന്റെ മാർഗവും മുറുകെ പിടിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസീഹത്ത് നൽകി. ഇവിടെ സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ സുന്നത്തും സഹാബത്തിന്റെ മാർഗവും മുറുകെ പിടിക്കുന്നതിന് നാം പറയുന്ന പേരാണ് സലഫിയത്ത് എന്നുള്ളത്. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്തോ ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ സഹാബത്തിനെ, ഖുർആനും സുന്നത്തും അനുസരിക്കുന്നതോടൊപ്പം സഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, സലഫു സ്വാലിഹീങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതിനാണ് നാം എന്ത് പറയുന്നത്? മൻഹജു സലഫ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ വചനങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ പറഞ്ഞു അലൈക്കും, അറബി ഭാഷ അറിയുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അലൈക്കും ബി സുന്നതി, നിങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നൊരു തവണ പറഞ്ഞു. വീണ്ടും പറയുന്നു തമസ്തകൂ ബിഹ, നിങ്ങളത് ശക്തമായി പിടിക്കണം. വീണ്ടും ഊന്നൽ നൽകി പറയുന്നു അള്ളു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടന്ന് നിങ്ങൾ ശക്തമായി പിടിക്കണം. ഇത് മറ്റൊരു ഹദീസിൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഹുദൈഫയുടെ ഹദീസിലും അതിലേക്കുള്ള ചില സൂചനകളുണ്ട്. സഹീഹ് മുസ്ലിമിൽ ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്ത് ഇരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലം വെച്ചുകൊണ്ട് ഈ ഹദീസ് ചിന്തിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത, ഞങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പ്രവാചകൻ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് നിങ്ങളെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ശരിയായ മാർഗം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലിഹി, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ധാരാളം വരകൾ വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശരിയായ ഈ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വഴികേടിലാക്കാൻ, വ്യത്യസ്തമായ ഇടതും വലതുമുള്ള വ്യത്യസ്തമായ വഴികളിലേക്ക് നിങ്ങളെ നയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഹുദൈഫയുടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിൽ നരകത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ദാഇമാർ, നരകത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ വഴികളിൽ ഉണ്ടാകും. അവർ നമ്മെ ആ വഴികളിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകാതെ തമസ്തകൂ ബിഹാ, നിങ്ങൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാർഗം പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്,
അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സലഫിയത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ അത് ശരിയായ ആ മാർഗത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ നമ്മെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ അനേകം ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെപ്പോഴും നാം കരുതിയിരിക്കണം. അതല്ലാതെ എനിക്കതൊന്നും ബാധിക്കുകയില്ല, ഞാൻ സലഫിയത്ത് മനസ്സിലാക്കിയവനാണ്, എനിക്കിനൊന്നും പേടിക്കാനില്ല എന്ന ധാരണയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് ഏത് സമയവും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, അള്ളാഹുവേ എനിക്ക് നീ സബാത്ത് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അള്ളാഹു എനിക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്ര തവണ ദുആ ചെയ്യണം? അപ്പോൾ നമ്മെ വഴിതെറ്റിക്കാൻ പരിശ്രമിക്കുന്ന ഈ വ്യത്യസ്തമായ ശക്തികളിൽ നിന്ന് മാറി യഥാർത്ഥ സലഫി മൻഹജിൽ ജീവിക്കാൻ നാം പരിശ്രമിക്കേണ്ടി വരും. ചില ആളുകളൊക്കെ ഇന്ന് സലഫി മൻഹജ് മനസ്സിലായതിനു ശേഷം ഒന്നുകിൽ ഗുലൂവിന്റെ മൻഹജിലേക്ക് പോയി. ഗുലൂവിന്റെ മൻഹജ് എന്ന് പറഞ്ഞാൽ ആളുകളെ അന്യായമായി തക്ഫീർ നടത്തുക, ആളുകളെ അന്യായമായി തബ്ദീഅ് ചെയ്യുക, ബിദ്അത്തുകാരെ അല്ലാതെ അവർ മുബ്തദിയാണെന്ന് പറയുക, ഒരു ചെറിയ നിസാരമായ തെറ്റുകൾ ഒരാളിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് അദ്ദേഹത്തെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കുക. ഈ രൂപത്തിൽ ഗുലൂവിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. വേറെ ചില ആളുകളോ തൗഹീദ് പറയാൻ മടി കാണിച്ച്, യഥാർത്ഥ ദീൻ പറയാൻ മടി കാണിച്ച്, എല്ലാം നിസാരമായി കണ്ട് ദീനിന്റെ വിഷയത്തിൽ ഏതൊരു ഒത്തുതീർപ്പിനും തയ്യാറായി നടക്കുന്ന ആളുകൾ. ഇതാണ് ഇമാം ഔസാഇ റഹിമഹുല്ല പറഞ്ഞത്, അള്ളാഹു ഏതൊരു കൽപ്പന കൽപ്പിച്ചാലും പിശാച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ രണ്ടാലൊരു മാർഗത്തിൽ ശ്രമിക്കും. ഒന്നുകിൽ ഗുലൂവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും, അത് വലാലത്താണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടാകും. അവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ കരുതുക? ഇന്നലെ എന്നോടൊരു സഹോദരൻ സംസാരിക്കുമ്പോൾ അവരിൽ ചിലരെ കുറിച്ച് പറഞ്ഞു, അവർ ധാരാളം നിസ്കരിക്കുന്നവരാണ്, അവർ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അതൊക്കെ അവരിൽ നമ്മൾ ഒരുപക്ഷെ കാണും. പക്ഷേ അവർക്ക് ഗുലൂവ് ഉണ്ടാകും. അന്യായമായി ആളുകളെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കുന്നവർ, അന്യായമായി ആളുകളെ തബ്ദീഅ് ചെയ്യുന്നവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഖവാരിജുകളുമായി സംസാരിക്കാൻ വേണ്ടി പോയി. ഇബ്നു അബ്ബാസ് സഹാബിയാണ്. അദ്ദേഹം അവരോട് സംസാരിച്ച ശേഷം സഹാബത്തിനരികിൽ വന്നിട്ട് പറഞ്ഞതെന്താ? അവരുടെ നിസ്കാരം നോക്കുമ്പോൾ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. ആരോട് പറയുന്നത്? സഹാബത്തിനോട്. അവരുടെ ഖുർആൻ പാരായണം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഖുർആൻ പാരായണം ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ അത്രയും ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ളവരാണവർ. എന്നിട്ടും സഹാബത്ത് അവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇബാദത്തുകൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളത് ആളുകൾ ശരിയാണ് എന്നതിന്റെ മാനദണ്ഡമല്ല. മറിച്ച് അവർ അഹ്ലുസുന്നയുടെ മൻഹജിലാണോ സഞ്ചരിക്കുന്നത്, അവരുടെ വിശ്വാസം അഹ്ലുസുന്നയുടേതാണോ, അതാണ് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ദീനിന്റെ വിഷയത്തിൽ വല്ലാതെ അലസത കാണിക്കുന്നവർ, ഒന്നും പ്രശ്നമില്ല. തൗഹീദിന്റെ വിഷയത്തിൽ അലസത കാണിക്കുന്നവർ, യഥാർത്ഥ തൗഹീദ് പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നവർ, ദീനിന്റെ അഹ്കാമുകൾ വിശദീകരിക്കുമ്പോൾ അവരെ കുറ്റം പറയുന്നവർ. ഈ രണ്ട് മാർഗങ്ങളും പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളാണ് എന്ന് ഇമാം ഔസാഇ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്നു മസ്ഊദിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ പ്രവാചകൻ വരച്ച ആ നേരായ വഴിയിൽ സഞ്ചരിക്കാൻ നാം ശ്രമിക്കണം. അതിന് നാം ചെയ്യേണ്ട കാര്യം എന്താ? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ ആരാണ് ആ വിഭാഗം? അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞു, ഹിയൽ ജമാഅ, അത് ജമാഅത്താണ്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ചവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽ ജമാഅതു മാ വാഫഖൽ ഹഖ് വഇൻ കുൻത ലവഹദിക്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ചവർ, അത് നീ ഒറ്റക്കാണെങ്കിലും. അതുപോലെ തന്നെ വേറെ ചില ഹദീസിൽ പറഞ്ഞു, മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻപറ്റുന്നവർ. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാർഗങ്ങൾ മുറുകെ പിടിക്കുന്നവർ എന്ന അർത്ഥത്തിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസുകളിൽ ഞാനതുകൂടി ആവർത്തിക്കട്ടെ, ഈ ഹദീസുകളിലൊക്കെയുള്ള സൂചന എന്താണ്? ഭിന്നിപ്പുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ ഭിന്നിപ്പുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും നാം കാണുന്ന സംഘടനകൾക്കിടയിലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട നിലപാട് എന്താണ്? അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വിഷയം വ്യക്തമാണ്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് മാർഗം പിടിക്കുക? അത് മനസ്സിലാക്കാൻ പ്രയാസാണോ? അതിനുള്ള മറുപടിയും പ്രവാചകൻ പറഞ്ഞു, ലൈലുഹ കനഹാരിഹ, ഈ യഥാർത്ഥ ദീനിന്റെ മാർഗം അതിന്റെ രാത്രി പകല് പോലെ പ്രകാശപൂരിതമാണ്.
അത്രയും വ്യക്തമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. അത് നഷ്ടപ്പെട്ടു പോകുന്നത് നശിച്ചവർക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതല്ലാത്തവർ, അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഫഅമ്മാ മൻ സദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സ്വർഗ്ഗം വിശ്വസിക്കുകയും ചെയ്ത് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ യഥാർത്ഥ മാർഗത്തിൽ നാം നിലകൊള്ളുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി അലൽ ഹഖ് ളാഹിരീൻ, എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഹഖിൽ ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കും, ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ. എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന? വേറെ ചില റിവായത്തുകളിൽ വന്നു ഖിയാമുസ് സാഅ, അവസാന നാൾ സംഭവിക്കുന്നതുവരെ അവർ ഹഖിൽ ഉറച്ചു നിൽക്കും. എന്താണ് അവരുടെ പ്രത്യേകത? ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ ആരെതിർത്താലും ഏതൊക്കെ സംഘടനകളും വിഭാഗങ്ങളും അവർക്കെതിരിൽ നിന്നാലും അവരെ ഒരണുമണി തൂക്കം ദ്രോഹം ചെയ്യാൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. കാരണം എന്താ? അവർ യഥാർത്ഥ ഹഖിന്റെ മാർഗത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഈ മാർഗം നാം മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. അതിനാണ് നാം എന്ത് പറയുന്നത്? സലഫി മൻഹജ് എന്ന് പറയുന്നത്, മൻഹജു സലഫ് എന്നൊക്കെ അതിനാണ് നാം പറയുന്നത്. അത് തന്നെയാണ് ശരിയായ ഇസ്ലാമും. ഇസ്ലാമിന് പറയുന്ന മറ്റൊരു പേരാണ് സലഫിയത്ത്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ. മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ, സലഫികൾ എന്നൊക്കെയുള്ളത് ആ ഒരു പദപ്രയോഗം തന്നെയാണ്. അപ്പോൾ ഈ മൻഹജ് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജാണ് ശരിയായ മാർഗം, അതുപോലെ തന്നെ സലഫികളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്നുകൂടി ആവർത്തിച്ച് അതിന്റെ ഒരു ചുരുക്കത്തിൽ ഓരോരുത്തർക്ക് പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞാൽ, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക. ഇത്രയേ ഉള്ളൂ സലഫിയത്ത്. ഇത് ബുദ്ധിയുള്ള ഏതൊരു സാധാരണ മുസ്ലിമിനോട് നിങ്ങൾ പറഞ്ഞാലും അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലരും സലഫിയത്തിനെ മോശമായ രൂപത്തിൽ ആളുകൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കൊണ്ടാണ് ആളുകൾക്ക് സലഫിയത്ത് എന്ന് കേൾക്കുമ്പോൾ അതിനോടൊരു വെറുപ്പുള്ളത്. ആളുകൾക്ക് എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാകാത്തത്. ഇതാണ് സലഫിയത്ത്. നിങ്ങൾ ഖുർആനും സുന്നത്തും സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ, അതുപോലെ നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ ആരാണ്? സലഫിയാണ്. നിങ്ങൾ സലഫിയാണ്. ഇത്രയും എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞ ആ ശരിയായ മാർഗത്തിൽ നിൽക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല ആളുകൾ എന്റെ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ളവർ. അവരാരാണ്? സ്വഹാബികൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം ജീവിക്കുന്ന താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം ജീവിക്കുന്ന തബഉ താബിഈങ്ങൾ. ഈ മൂന്ന് മാർഗം, ഈ മൂന്ന് നൂറ്റാണ്ട് അവരാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീനിൽ, നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ നാം അവലംബിക്കുക, അവരുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അതിലാണ് നമുക്ക് എല്ലാ വിജയവും ഉള്ളത്. ഇപ്പൊ ഇവിടെ ചില ആളുകൾക്ക് സംശയം വരും, സഹാബത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ താബിഈങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ ഓരോരുത്തരെയും നാം മുറുകെ പിടിക്കുക എന്നതാണ് ഉദ്ദേശം? അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നതെല്ലാം നാം സ്വീകരിക്കുക, അതാണ് ഉദ്ദേശം? അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന എല്ലാം സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം? അല്ല. മറിച്ച് സഹാബികൾ മൊത്തത്തിലാണ് അവരുടെ ആ ഒരു മൻഹജ്, അവർ ദീൻ മൊത്തത്തിൽ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അങ്ങനെ നാം മനസ്സിലാക്കുക. താബിഈങ്ങൾ മൊത്തത്തിൽ എങ്ങനെയാണോ ദീൻ മനസ്സിലാക്കിയത് അങ്ങനെ നാം മനസ്സിലാക്കുക. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ ഒരു വ്യക്തിയെയും ഒരു സഹാബിയെയും അന്ധമായി പിൻപറ്റാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ മിസ്രിയയിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ ഈ ഉമ്മത്തിൽ വേറെ ആരെങ്കിലും പാപങ്ങൾ സംഭവിക്കാത്തവനാണ് എന്നൊരുത്തൻ വാദിച്ചാൽ അവൻ വഴിപിഴച്ചവനാണ്, അവൻ ളാലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുറമെ മറ്റാരെങ്കിലും ഈ ഉമ്മത്തിൽ പാപസുരക്ഷിതരായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ വഴിപിഴച്ചവനാണ് എന്ന് അൽ ഫതാവൽ മിസ്രിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഇനി സഹോദരങ്ങളെ, സലഫി മൻഹജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, സലഫിയത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു.
ഈ സലഫി മൻഹജ് പിൻപറ്റുന്നതിന്റെ ഹുക്ം എന്താണ്? വാജിബാണ്. നിസ്കാരം വാജിബാണെന്നതുപോലെ, സകാത്ത് വാജിബാണെന്നതുപോലെ, നോമ്പ് വാജിബാണെന്നതുപോലെ ഓരോരുത്തർക്കും നിർബന്ധമായ ബാധ്യതയാണ് സലഫി മൻഹജ് പിൻപറ്റുക എന്നുള്ളത്. അത് പിൻപറ്റാത്തവൻ പാപിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് പല ആളുകൾക്കും സലഫിയത്ത് എന്നതിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതെന്തോ പ്രത്യേക ചില ആശയങ്ങളും ആളുകളെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ചില ആളുകളാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തപ്പെടുന്നത്. വാസ്തവത്തിൽ സലഫിയത്ത് പിൻപറ്റുക എന്നുള്ളത് ഓരോരോ വിശ്വാസിക്കും നിർബന്ധമായ ബാധ്യതയാണ്. തെളിവെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്ത് എല്ലാ സഹോദരങ്ങളും പഠിക്കണം. ഈ ആയത്ത് എല്ലാവരും നിർബന്ധമായും പഠിക്കണം. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്താണ്. എന്തായാലും പഠിക്കണം. സാധാരണക്കാരൊക്കെ ഈ ആയത്ത് പഠിക്കണം. നിങ്ങൾ കുറച്ചു കാലം മുമ്പുള്ള ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ ദഅവത്ത് തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയേ, എല്ലാവർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അറിയാം. തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ അവർ ആയത്തുകൾ ഓതിക്കൊടുക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലോ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ, അനാവശ്യമായ ചർച്ചകൾ. എന്നാൽ കുറച്ചു കാലം മുമ്പ് വലിയ ഇസ്സത്തിലായിരുന്നു. എന്തുകൊണ്ടാണ്? എല്ലാവരും പഠിക്കാനും അതുപോലെ തന്നെ അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലം. അത് മടങ്ങി വരണം. ഞാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ പഠിക്കണം. സലഫി മൻഹജ് പിൻപറ്റൽ നിർബന്ധമാണ് എന്നതിനുള്ള തെളിവ് അള്ളാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിര് നിൽക്കുകയാണെങ്കിൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവന് മനസ്സിലായതിനു ശേഷം ആരെങ്കിലും പ്രവാചകനെതിരായി നിന്നാൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ. ഖുർആൻ അവതരിക്കുമ്പോൾ ആരാണ് മുഅ്മിനീങ്ങൾ? ആരാണ്? സഹാബികൾ. അപ്പോൾ സഹാബികളുടേതല്ലാത്ത മാർഗം ഒരുവൻ പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിലേക്ക് അവനെ നാം വിടും. വനുസ്ലിഹി ജഹന്നം, അവനെ കത്തിക്കരിയുന്ന നരകാഗ്നിയിൽ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത് മസീറ, അതെത്ര മോശമായ വാസസ്ഥലമാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റാത്തവന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? നരകമാണ്. ചില ആളുകളൊക്കെ പറയും നമ്മുടെ തെളിവ് ഖുർആനും സുന്നത്താണ്. അല്ല, ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനാണ് യഥാർത്ഥ ദീൻ. നമ്മുടെ സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ ദീൻ. അങ്ങനെയാണ് മുൻഗാമികൾ. അതുകൊണ്ടാണ് ഇമാം ദഹബി റഹിമഹുല്ലാ ദാറഖുത്നിയെ കുറിച്ച് എന്ത് പറഞ്ഞത്? വകാന സലഫിയൻ, അദ്ദേഹം സലഫിയായിരുന്നു. അതുപോലെ തന്നെ ഇമാം ദഹബി റഹിമഹുല്ലാ ഇബ്നു അബ്ദുൽ ബർറിനെ കുറിച്ച് പറഞ്ഞു സലഫിയുൽ ഇഅ്തിഖാദ്, അദ്ദേഹം സലഫി അഖീദയുള്ള വ്യക്തിയായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ ദീന് മനസ്സിലാക്കുന്നതിൽ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദീന് മനസ്സിലാക്കാനുള്ള പരിശ്രമം അവർ നടത്തി. അതുകൊണ്ടാണ് അവരെ കുറിച്ച് എന്ന് പറയുന്നത് സലഫി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സലഫി അഖീദ പിൻപറ്റുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചല്ല, മറിച്ച് അത് പിൻപറ്റുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഇവിടെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത് അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. ശരിയാണ്, നമ്മൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. മുവഹിദുകൾ, സലഫികൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. പക്ഷെ പലപ്പോഴും വേണ്ടത്ര രൂപത്തിൽ പ്രാധാന്യം നൽകപ്പെട്ട് പറയപ്പെടാത്തൊരു വിഷയമാണ് സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ. സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു വിഷയം സ്വഹാബത്തിന്റെ വാക്കുകൾ, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് തെളിവാണോ? ഖുർആൻ നമുക്ക് തെളിവാണ്, എല്ലാവർക്കും അറിയാം. ഹദീസ് നമുക്ക് തെളിവാണ്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ വാക്കുകൾ അത് നമുക്ക് തെളിവാണോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം സംസാരങ്ങൾ പണ്ഡിതന്മാർക്കുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു സഹാബി ഒരു ഫത്വ നൽകി. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്താണ്? അടിസ്ഥാനപരമായി നമുക്ക് തെളിവാണ്. ഒരു സഹാബിയിൽ നിന്ന് ഒരു അഭിപ്രായം വന്നാൽ അത് നമുക്ക് തെളിവാണ്. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് മറ്റു സഹാബികൾക്കിടയിൽ പ്രചരിച്ചു, എല്ലാ സഹാബികൾക്കിടയിൽ അത് പ്രചരിച്ചു. അങ്ങനെയാണെങ്കിൽ അത് തെളിവാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല.
അഹ്ലുസുന്നയുടെ പരിഗണിക്കപ്പെടുന്ന ഒരൊറ്റ പണ്ഡിതനും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സഹാബിയിൽ നിന്ന് ഒരു അഭിപ്രായം വരികയും ആ അഭിപ്രായം ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്താൽ അത് തെളിവാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ. മനസ്സിലായോ? മറ്റൊരു കാര്യം, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് ആളുകൾക്കിടയിൽ അന്ന് പ്രശസ്തമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് തെളിവാണോ? ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അതും തെളിവാണ്. 4 മദ്ഹബിന്റെ ഉലമാക്കളുടെ അഭിപ്രായം അതാണ്, അത് തെളിവാണ്. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് പ്രസിദ്ധമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എങ്കിലും അത് തെളിവാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് 4 മദ്ഹബിന്റെ ഉലമാക്കളുടെ അഭിപ്രായം. ഇന്ന് ചില കിതാബുകളിൽ നിന്ന് കാണാം, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പഴയ കാലഘട്ടത്തിൽ അത് തെളിവാണെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അത് തിരുത്തി എന്ന്. അത് ശരിയല്ല. ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ വാക്ക് തെളിവായി തന്നെയാണ് പരിഗണിച്ചിരുന്നത്. ഇമാം ബൈഹഖി റഹിമഹുല്ലാ ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അലാമുൽ മുവഖ്ഖിഈനിൽ സ്വഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതിന് 46 തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അലാമുൽ മുവഖ്ഖിഈനിൽ സ്വഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതിന് 46 തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എതിർക്കാറുണ്ടോ? സലഫികളാണെന്ന് പറയുന്നവർ സ്വഹാബത്തിൽ നിന്ന് വന്ന് എതിർക്കാറുണ്ടോ? പലപ്പോഴും ഫിഖ്ഹിന്റെ ചില മസ്അലകളിൽ പോലും നാം അറിയാതെ എതിർക്കുന്നത് സ്വഹാബത്തിൽ നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. 1-2 കാര്യങ്ങൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കാൻ. വുളൂ ചെയ്യുമ്പോൾ തല തടവുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നു? തല പൂർണ്ണമായി തടവുക എന്നുള്ളതാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ പൊതുവെ ഷാഫിഈ മദ്ഹബിൽ ആളുകൾ എന്താ ചെയ്യാറുള്ളത്? തല കുറച്ച് തടവും. ഇതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കാറുള്ളത്? ചില ആളുകൾ അത് നോക്കിക്കൊണ്ട് പറയും, അവന്റെ വുളൂ ശരിയല്ല. എന്താ കാരണം? തല കുറച്ചേ തടവിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വുളൂ ശരിയല്ല എന്ന് പറയും. ഇവിടെ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് നാം നോക്കിയാൽ സലമത്ത് ഇബ്നുൽ അക്വഅ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ തലയുടെ കുറച്ച് ഭാഗം തടവിയതായി ഈ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു അഭിപ്രായം കർശനമായി എതിർക്കാൻ നമുക്ക് അവകാശമില്ല. അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയായി നിലനിൽക്കും. ഒരു വ്യക്തി അങ്ങനെ തടവുന്നത് കണ്ടാൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല പൂർണ്ണമായി തടവിയിരുന്നു, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു അഭിപ്രായം സ്വീകരിച്ച ഒരു വ്യക്തി ചെയ്യുമ്പോൾ അവന്റെ വുളൂ ബാത്തിലാണെന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ വാക്കുകൾ നാം സ്വീകരിക്കാത്തതിന് തുല്യമാണ്. ഇനി നമുക്ക് ഫിഖ്ഹിന്റെ മസ്അല അനുസരിച്ച് നാം വിശ്വസിക്കുന്നത് തല പൂർണ്ണമായി തടവിയാലേ ശരിയാകൂ എന്നാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ മാന്യത കാത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ശരിയായ അഭിപ്രായം തല പൂർണ്ണമായി തടവണം എന്നുള്ളതാണ്. ആ സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പല പണ്ഡിതന്മാരും അംഗീകരിച്ചിരുന്നില്ല എന്ന് പറയാം. അതല്ലാതെ കർശനമായി ഇത്തരത്തിലുള്ള ഇജ്തിഹാദി മസായിലുകളിൽ ഗവേഷണം വരുന്ന സഹാബത്തിൽ നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായങ്ങളിൽ പോലും കർശനമായി എതിർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ച കാര്യമല്ല. ഇങ്ങനെ അനേകം വിഷയങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ സഹാബികൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എല്ലാ ദിവസവും ഒരു വ്യക്തി പറയാണ്, ഞാൻ എല്ലാ ദിവസവും 1000 തവണ സലാത്ത് ചെല്ലും. എല്ലാ ദിവസവും 1000 തവണ ഞാൻ സലാത്ത് ചെല്ലും. എന്തിനാണ് ഞാൻ അങ്ങനെ സലാത്ത് ചെല്ലുന്നത്? എണ്ണം നിശ്ചയിച്ചുകൊണ്ട്. എന്നാൽ എനിക്ക് അത് എളുപ്പമുണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി ചെല്ലാണ്. നമ്മൾ ചില ആളുകൾ എന്ന് പറയും, അത് ബിദ്അത്താണ്, അങ്ങനെ ചെയ്യരുത്. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12000 തവണ ദിക്ർ ചെല്ലാറുള്ളതായി ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12000 ദിക്ർ ചെല്ലാറുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരും പറയുന്നു, ആ എണ്ണത്തിന് പ്രത്യേകിച്ച് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കാതെ ഒരു വ്യക്തി അദ്ദേഹത്തിന് എളുപ്പത്തിന് വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഇനി മുതൽ 100 ദിക്ർ ചെല്ലും എന്ന് അദ്ദേഹം സ്വന്തമായി തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ എന്ത് വിശ്വസിക്കരുത്? ആ എണ്ണത്തിന് പ്രത്യേകം ഒരു ഫضലുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ആളുകളെ പ്രത്യേകം നിങ്ങൾ ഇതാ 100 ദിക്ർ ഒരു ദിവസം ചെല്ലണം, അതിന് പ്രത്യേകം ഒരു മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കടന്നു പോകാൻ നിത്യമായി ഒരു ദിക്ർ ചെല്ലും എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ബിദ്അത്തായ പ്രവർത്തനമല്ല. അത് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ നാം നമ്മുടെ മസായിലുകളിൽ പല മസായിലുകളും നോക്കിയാൽ, ഇപ്പൊ കൈകെട്ടുന്ന വിഷയത്തിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ്. ഇത് ചില സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ പ്രയാസം ഉണ്ടാകും, പക്ഷെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പഠിച്ചോളൂ, എന്നിട്ട് ഇതിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇത് നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് നേരിട്ട് കേട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസിനെ പോലെയുള്ള, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയെ പോലുള്ള ഉലമാക്കൾ നമുക്ക് നിരന്തരമായി പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പൊ കൈകെട്ടുന്ന വിഷയത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറയുന്നു ആ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നെഞ്ചിന് മുകളിൽ കൈകെട്ടുക എന്ന് പറയുന്ന ഹദീസാണ് സഹീഹായി വന്നിരിക്കുന്നത്. ഒരു വ്യക്തി നെഞ്ചിന് മുകളിൽ കൈകെട്ടലാണ് സഹീഹ്, ആ ഹദീസാണ് ശരിയെന്ന് മനസ്സിലാക്കി അങ്ങനെ അമൽ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ അമൽ ചെയ്യാം, അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല. ഇനി വേറൊരാൾ മനസ്സിലാക്കിയാണ്, ഇപ്പൊ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഒക്കെ പറയുന്നത് പോലെ ഹദീസുകൾ ദുർബലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും പ്രവർത്തനങ്ങൾ നോക്കി. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ നിസ്കരിക്കുമ്പോൾ പൊക്കിളിന് താഴെ കൈകെട്ടാറുള്ളതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തി സഹാബത്തിൽ നിന്നും അല്ലെങ്കിൽ താബിഈങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഒരു അഭിപ്രായം പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ സ്ഥിരപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു വിശാലത സഹോദരങ്ങളെ നിങ്ങൾ സൗദിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ സംസാരങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും മസായിലുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടും സഹാബത്തിന്റെ വാക്കുകൾക്കും താബിഈങ്ങളുടെ വാക്കുകൾക്കും ആവശ്യമായ വില നൽകാത്തത് കൊണ്ടും പലപ്പോഴും ധാരാളം പിഴവുകൾ വന്നിട്ടുണ്ട്. ഇനി അത് സംഭവിച്ചുകൂടാ. നമ്മൾ പഠിക്കണം. ഒരു മസാല നമ്മൾ എതിർക്കുന്നതിന് മുമ്പ് സഹാബത്തിന്റെ വീക്ഷണം എന്തായിരുന്നു, താബിഈങ്ങളുടെ വീക്ഷണം എന്തായിരുന്നു, അത് നമ്മൾ പഠിക്കുക. അവരുടെ വീക്ഷണങ്ങളെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും നാം പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തലതടവുന്ന വിഷയം തന്നെ ഒരു വ്യക്തിക്ക് ഫുഖാഹകൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. കുറച്ച് തടവിയാൽ മതി എന്ന അഭിപ്രായം പറയുന്നവരുണ്ട്, പൂർണ്ണമായി തടവണം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ഒരാൾ മനസ്സിലാക്കാണ് എനിക്ക് ശരിയായി തോന്നുന്നത് പൂർണ്ണമായി തടവലാണ്, അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. പക്ഷേ അതല്ലാത്തത് ചെയ്യുന്നവനെ കർശനമായി എതിർക്കുന്നതാണ് പാടില്ലാത്തത്. അതൊരിക്കലും സലഫി മനഹജിൽ പെട്ടതല്ല. ഇന്ന് ചില ആളുകൾ കരുതുന്നത് സലഫി മനഹജ് എന്ന് പറഞ്ഞാൽ അഖീദന്റെ ചില കാര്യങ്ങൾ പറയാ, ഷിർക്ക് എതിർക്കുക, ബിദ്അത്ത് എതിർക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതോടൊപ്പം സലഫി മനഹജിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സലഫുസ് സ്വാലിഹീങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായങ്ങളെ ഇൽമിയായ മാനദണ്ഡമില്ലാതെ എതിർക്കുക എന്നുള്ളത് സലഫി മനഹജിന് എതിരായ പ്രവർത്തനമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ അടിസ്ഥാനം അത് ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ സലഫുസ് സ്വാലിഹീങ്ങളുമാണ്. സഹാബത്തും താബിഈങ്ങളും എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതുപോലെ ദീന് മനസ്സിലാക്കലാണ് നമ്മുടെ ഇൽമിന്റെ സ്രോതസ്സായിട്ടുള്ളത്. അവിടെ നിന്നാണ് നാം സലഫിയത്തിന്റെ ഉസൂലുകൾ. ഇതാണ് മറ്റുള്ള കക്ഷികളിൽ നിന്ന് സലഫികളെ വേർതിരിക്കുന്ന വിഷയം. സലഫികളെ സംബന്ധിച്ചിടത്തോളം നാം ദീൻ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഖുർആനും സുന്നത്തും ഫഹ്മുസ് സലഫും സഹാബത്തും താബിഈങ്ങളും എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്. ഈ ഒരു മഹത്വം നമുക്ക് മാത്രമേ ഉള്ളൂ, സലഫികൾക്കേ ഉള്ളൂ. ഇവിടെയുള്ള വേറെ ഏത് വിഭാഗത്തെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇപ്പൊ ഉദാഹരണത്തിന് സമസ്ത വിഭാഗം, EK സമസ്തയാവട്ടെ, AP സമസ്തയാവട്ടെ, അങ്ങനെ ഏത് സമസ്തയുടെ വിഭാഗമാവട്ടെ, അവർ അഖീദയിൽ ഏത് വിഭാഗക്കാരാണ്? ഏതാണ്? അശാഇറകളാണ്. അശാഇറകളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഉദാഹരണത്തിന് റാസി അസാസു തഖ്ദീസിൽ റാസി പറയുന്നു ഖുർആനും സുന്നത്തും അംഗീകരിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നെന്താണ്? ബുദ്ധിക്ക് യോജിക്കുക എന്നുള്ളതാണ്. ബുദ്ധിക്കെതിരായി വരികയാണെങ്കിൽ ഖുർആനും സുന്നത്തും അതേ രൂപത്തിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് അസാസു തഖ്ദീസിൽ റാസി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ദർഉ തആറുദുൽ അഖ്ലിൽ വളരെ ശക്തമായി ആ വാദത്തെ ഖണ്ഡിച്ചത്. അതുപോലെ തന്നെ അവരുടെ പണ്ഡിതന്മാരിൽപ്പെട്ട സനൂസി ഹാഷിയത്തു ദസൂഖിയിൽ ഇതേ ആശയം പറയുന്നുണ്ട്. അതുപോലെ അവർ പറയുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒന്നോ രണ്ടോ സഹാബികളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആഹാദായ ഹദീസുകൾ, നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് തുല്ലാബുകൾക്കറിയാം, ഹദീസുകൾ ആഹാദും മുതവാത്തിറും എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ട്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഉദ്ധരിച്ച ഹദീസ്. ആഹാദായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബിയിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 സഹാബിയിൽ നിന്ന് വന്ന ഹദീസൊക്കെ ആഹാദാണ്. അശാഇറകളുടെ വിശ്വാസം അനുസരിച്ച് അത്തരത്തിൽ ആഹാദായ ഹദീസുകൾ അഖീദയിൽ തെളിവായി പറയാൻ പറ്റില്ല എന്നാണ് അശാഇറകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ വിഭാഗം ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്.
എത്രയെത്ര ഹദീസുകൾ നമുക്ക് കാണാം. യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സഹാബികളെ അയച്ചത്? ഒരു സഹാബിയെയാണ്. വേറെ ചില റിവായത്തിൽ 2 സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുള്ളൂ. ഒരാളുടെ അല്ലെങ്കിൽ 2 ആളുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ലെങ്കിൽ ഇത്രയും അധികം യമൻ വാസികൾക്ക് ദീന് പഠിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരാളെയും 2 ആളെയും അയച്ചത്? ഒരാളുടെ വാദം അഖീദയുടെ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ലെങ്കിൽ ഖുബയിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു ഖിബല തിരിഞ്ഞിരിക്കുന്നു. അവർ നിസ്കാരത്തിൽ ആ ഒരൊറ്റ സഹാബിയുടെ വാക്ക് കേട്ടിട്ട് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മാറി മസ്ജിദുൽ ഹറാമിലേക്ക് നിസ്കരിച്ചു. ഒരൊറ്റ സഹാബിയുടെ വാർത്തയിൽ. അശാഇറകൾ പറയുന്നു ഒരൊറ്റ സഹാബി അല്ലെങ്കിൽ 2 സഹാബി അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്ന റിവായത്തുകൾ അഖീദയിൽ വിശ്വസിക്കാൻ പാടില്ല, അഖീദയിൽ എടുക്കാൻ പാടില്ല, ഫിഖ്ഹിൽ മാത്രം സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മുഖ്തസറുസ് സവാഇഖുൽ മുർസലയിൽ പറഞ്ഞത് അവരുടെ വാദം അവർ തന്നെ ഖണ്ഡിക്കുകയാണ്. എന്തുകൊണ്ട്? ഏതൊരു ഫിഖ്ഹിയായ മസ്അലയുടെ ഉള്ളിലും ഒരു അഖീദയുണ്ട്. ഏതുപോലെ അപ്പൊ അവരുടെ വാദം അനുസരിച്ച് ആഹാദായ ഹദീസ് എടുത്തിട്ട് ഒരു സുന്നത്ത് നിസ്കാരത്തിന് തെളിവായി പറയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു ഇവിടെ സുന്നത്ത് നിസ്കാരത്തിൽ അത് സുന്നത്താണ് എന്നൊരു വിശ്വാസമുണ്ട്, അത് അഖീദയാണ്. അപ്പൊ അവരുടെ വാദം അവർ തന്നെ ഖണ്ഡിക്കുകയാണ്, അവരുടെ വാദം അവർ തന്നെ ഖണ്ഡിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗങ്ങൾ അശാഇറ അവർ ബുദ്ധിക്ക് ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും സ്ഥാനം നൽകുന്നു. പ്രവാചകന്റെ ഹദീസുകളെ വിഭജിക്കുകയും ചിലത് സ്വീകരിക്കുകയും ചിലത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത്രയും മോശപ്പെട്ട വിഭാഗം. ഇതേ വാദം തന്നെയാണ് ജമാഅത്ത് തബ്ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കുന്നത്. അവരും പഠിപ്പിക്കുന്നത് അശാഇറ അഖീദയും അതുപോലെ തന്നെ മാതുരീദി അഖീദയുമാണ്. അവർ ഖാദിരിയ തരീഖത്ത് അംഗീകരിക്കുന്നവരാണ്. ഖാദിരിയ തരീഖത്ത് അംഗീകരിക്കുന്നവരാണ് ജമാഅത്ത് തബ്ലീഗിന്റെ ആളുകൾ. അതുപോലെ തന്നെ മറ്റ് 4 തരീഖത്തുകളും അംഗീകരിക്കുന്നവരാണ് ജമാഅത്ത് തബ്ലീഗിന്റെ ആളുകൾ. മുഹമ്മദ് സക്കരിയ അൽ ഖാൻദലവിയെ പോലെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ മോശപ്പെട്ട അഖീദകൾ എഴുതി വച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ പറയാറുള്ള ഖുറാഫികളും ബിദ്അത്തിന്റെ ആളുകളും പ്രചരിപ്പിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ജമാഅത്ത് തബ്ലീഗിന്റെ ആളുകൾ വിശ്വസിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു തബ്ലീഗുകാരനെ കണ്ട് ചോദിച്ചാൽ അവനിത് അറിയോ ഇല്ലോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അവരുടെ അടിസ്ഥാന കിതാബുകളിൽ അവരെതിർക്കാത്ത അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ആശയങ്ങൾ അവർ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ നേതാക്കന്മാർ അത് തുടങ്ങിയതാരാണ്? അഹ്മദ് സുക്കരി, പിന്നീട് ഹസനുൽ ബന്നയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു നേതാവ് സയ്യിദ് ഖുതുബ്. ഇവരുടെ അഖീദ അത്രയധികം പിഴച്ച വാദമാണ്. ഉമർ അൽ മിസാനി അദ്ദേഹം ജമാഅത്തുൽ ഇഖ്വാനിന്റെ 3ാമത്തെ മുർഷിദാണ്. അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ നേതാവിനുള്ള അനുസരണ മുത്ലഖായ തഅത്താണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഈ ഒരു അനുസരണ അഹ്ലുസുന്നക്കിടയിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹുവിനും റസൂലിനും മാത്രം. എന്നാൽ അവർ പറയുന്നു അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഈ സ്ഥാപകനായ ഹസനുൽ ബന്ന മൗലിദ് സദസ്സുകളിൽ പോകാറുണ്ട്. മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കുകയും അവിടെ ഷാദുലി തരീഖത്ത് അനുസരിച്ച് അദ്ദേഹം ഹസാഫിയ തരീഖത്ത് അനുസരിച്ച് ബൈഅത്ത് ചെയ്ത വ്യക്തിയാണ്. ഈ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് പറയാറുണ്ട്? ഹാദ നബിയ്യു മഅൽ അഹ്ബാബി ഖദ് ഹളറ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സദസ്സിൽ വന്നിരിക്കുകയാണ്. വസാമഹൽ കുല്ല ഫീമാ ജറാ വമള, ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ഹസനുൽ ബന്ന പറയാറുണ്ട്. ശിർക്കൻ വിശ്വാസം. ഇനി സയ്യിദ് ഖുതുബ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു അവർ വഞ്ചകരായിരുന്നു. സഹാബത്തിനെ കുറിച്ച്, പ്രവാചകന്റെ ഭാര്യയുടെ ഉപ്പയായ മുആവിയെ കുറിച്ച് പറയുന്നു, അബൂ സുഫിയാനെ കുറിച്ച് പറയുന്നു മാ നഫദൽ ഇസ്ലാമു ഇലാ ഖൽബി ദാലിക റജുൽ, അവന്റെ മനസ്സിൽ ഇസ്ലാം പ്രവേശിച്ചിട്ടില്ല എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയെ കുറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് ഉസ്മാനിനേക്കാൾ ദീനുമായി അടുപ്പമുള്ളവർ. അദ്ദേഹം ജുമുഅ നിസ്കാരത്തിന് മസ്ജിദിലേക്ക് പോകാറില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവൻ ഒരിക്കൽ ചോദിച്ചു എന്തുകൊണ്ടാണ് പോകാത്തത്? അദ്ദേഹം പറഞ്ഞു ഇവിടെ കാണുന്ന മസാജിദുകൾ അത് മസാജിദ് അല്ല, മആബിദ് ജാഹിലിയയാണ്, ജാഹിലിയ കാലഘട്ടത്തിലെ ആരാധനാ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞു. സയ്യിദ് ഖുതുബ് ഇങ്ങനെ മുസ്ലിം ലോകത്തെ ഒന്നടങ്കം തക്ഫീർ നടത്തിയവർ. ളിലാലുൽ ഖുർആനിൽ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ, കുതുബ് ശഖ്സിയാത്ത് പോലുള്ള കിതാബുകളിൽ ചീത്ത പറഞ്ഞു. ഇത്രയും പിഴച്ച വിശ്വാസങ്ങൾ പേറുന്നവർ. എന്നിട്ട് ഒരു തവണയെങ്കിലും ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇഖ്വാനികളുടെ നേതാവ് സയ്യിദ് ഖുതുബിനെ തെറ്റുപറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഹസനുൽ ബന്നക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം തന്നെ പിഴച്ചതാണ്, അവരത് വിശ്വസിക്കുന്നവരാണ്. ഞാനിതൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഈ നമ്മൾ കാണുന്ന എല്ലാ കക്ഷികളും അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖീദയിൽ ഒരൊറ്റ പ്രശ്നം അങ്ങനെ ഒരാൾക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. ഒരു ശിർക്ക് നമ്മുടെ അഖീദയിൽ നമ്മുടെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു ബിദ്അത്ത് നമ്മുടെ ഒരു ഇമാമും അംഗീകരിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ തെറ്റി ഒരു വിഷയം പറഞ്ഞാൽ അഹ്ലുസുന്ന അത് എതിർക്കുകയും ചെയ്യും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് കരുതി അവർ പറയുന്നത് എന്നും അംഗീകരിക്കുന്ന ഒരു രീതി യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ ദീനിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ ഉസൂലുകൾ അത് ഭദ്രമാണ്, നമ്മുടെ അടിസ്ഥാനങ്ങൾ ഭദ്രമാണ്. ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചു, അല്ലെ? നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ഹദീസുകൾ അള്ളാഹു സംരക്ഷിച്ചു, അതിനുവേണ്ടി അള്ളാഹു ആളുകളെ തയ്യാറാക്കി. ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു. ഇനി ഹദീസിന്റെ കിതാബുകളിൽ ഒരു വാക്ക് കടത്തിക്കൂട്ടാൻ ഒരാൾക്ക് സാധ്യമല്ല. ഒരു വാക്ക്, അത് ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു. ഒരു വാക്ക് ഒരാൾക്ക് കടത്തിക്കൂട്ടാൻ സാധ്യമല്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സംഭവമായിരിക്കാം. ഹാറൂൻ അർ റഷീദിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ധാരാളം ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഹാറൂൻ അർ റഷീദ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇത് ഒഴിവാക്കണം. അദ്ദേഹം ഹാറൂൻ അർ റഷീദിനോട് കയർത്ത് സംസാരിച്ചു. ഹാറൂൻ അർ റഷീദ് അവനെ കൊല്ലാൻ വേണ്ടി വിധി പുറപ്പെടുവിച്ചു. ഈ സമയം ആ വ്യക്തി പറഞ്ഞു, 4000-ഓളം ഹദീസുകൾ ജനങ്ങൾക്കിടയിൽ ഞാൻ ഇല്ലാത്തത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ ഈ ഹദീസുകൾ തെറ്റാണെന്ന് ആര് പറഞ്ഞു കൊടുക്കും? ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ ആ വ്യക്തിയോട് പറഞ്ഞു, തഈഷു ലഹൽ ജഹാബിദ കഅംസാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് വ ഇബ്രാഹിം അൽ ഫസാരി. ഇബ്രാഹിം അൽ ഫസാരിയെയും അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെയും പോലെയുള്ള ഉലമാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹദീസിൽ ഒരു വാക്ക്, ഒരു ഹറക്കത്ത് കടത്തിക്കൂട്ടാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ പറഞ്ഞു. അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഖുർആനും സുന്നത്തും ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടു. ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട കാര്യമാണ് ഇജ്മാഉ സലഫ്, സലഫുസ് സാലിഹീങ്ങൾ, സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ, താബിഈങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കുതുബുൽ അഖീദ, അഖീദയുടെ കിതാബുകൾ. അഖീദയുടെ കിതാബുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഹദീസ് സനദോടുകൂടി എങ്ങനെയാണോ ഉദ്ധരിക്കപ്പെട്ടത് ആ രൂപത്തിൽ തന്നെ അഖീദയുടെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ലാലക്കായിയുടെ കിതാബ്, ആ കിതാബിൽ അഹ്ലുസുന്നയുടെ അഖീദ സനദോടുകൂടിയുണ്ട്. സനദ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ആയത്തിന്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് പറഞ്ഞുവെങ്കിൽ ഇത് ലാലക്കായി ഉദ്ധരിക്കുമ്പോൾ ലാലക്കായി ആരിൽ നിന്ന് കേട്ടു, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ ഇബ്നു അബ്ബാസ് വരെയുള്ള പരമ്പരയുണ്ട്. ഒരു താബിഈയുടെ അഭിപ്രായം പറയുമ്പോൾ അത് ആരിൽ നിന്ന് കേട്ടു, അങ്ങനെയുള്ള സനദുണ്ട്. ഹദീസുകൾക്ക് സനദുള്ളതുപോലെ സലഫുസ് സാലിഹീങ്ങളുടെ അഭിപ്രായങ്ങൾ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഖീദയുടെ ചെറിയ ചെറിയ കിതാബുകൾ ഇന്ന് ധാരാളമുണ്ട്. ഇപ്പൊ അഖീദത്തുൽ വാസിത്തിയ്യ, അഖീദത്ത് തഹാവിയ്യ, ആ കിതാബുകളിൽ നമ്മുടെ അഖീദ വിശദീകരിക്കപ്പെട്ടു. ഈ കിതാബുകളിലുള്ള തെറ്റുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ സനദുള്ള കിതാബിൽ ഇത് നാം താരതമ്യം ചെയ്ത് നോക്കുക. അതിനോട് യോജിച്ചാൽ ശരിയാണ്, അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ തെറ്റാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഖീദത്തുൽ വാസിത്തിയ്യ എഴുതിയ സമയം അദ്ദേഹത്തെ എതിർക്കുന്നവരെന്ത് പറഞ്ഞു? അത് അഹ്ലുസുന്നയുടെ അഖീദയല്ല എന്ന് പറഞ്ഞു. ശൈഖുൽ ഇസ്ലാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 3 വർഷം സമയം തരാം. ഈ മത്നിൽ ഒരൊറ്റ വാക്ക് സലഫുസ് സാലിഹീങ്ങളുടെ അഖീദയിൽ ഇല്ലാത്ത കാര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാം. 3 വർഷമല്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇന്നും ഒരൊറ്റ തെറ്റുകൾ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, നമ്മുടെ അഖീദ സഹോദരങ്ങളെ ഭദ്രമാണ്. നമ്മുടെ ഉലമാക്കൾ അതൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാധ്യത എന്താ? ഏതൊരു മസ്അല വന്നാലും അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക. ഈ ഒരു മാനദണ്ഡത്തിൽ ജീവിക്കുന്നവർക്കാണ് എന്ത് പറയുക? സലഫി എന്ന് പറയുക, അഹ്ലുസുന്നയിൽ പെട്ടവൻ എന്ന് പറയുക. ഈ കാലഘട്ടത്തിൽ അഹ്ലുസുന്ന എന്ന പേര് തെറ്റായ രൂപത്തിൽ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് പണ്ഡിതന്മാർ വ്യാപകമായി സലഫികൾ അല്ലെങ്കിൽ അസ്സലഫിയ എന്ന പേരുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു വിഷയം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സലഫിയത്തിന് ചില വിഷയങ്ങളുണ്ട്, അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അല്ലെങ്കിൽ ഉസൂലു ദഅവത്തി സലഫിയ്യ, നമ്മുടെ സലഫിയത്തിന്റെ ചില പ്രത്യേകമായ കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് എന്താണ്? സലഫി ദഅവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ തൗഹീദിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ഇതെല്ലാവരും ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്.
സലഫി ദഅവത്തിന്റെ അടിസ്ഥാനം എന്താ? തൗഹീദാണ്. ജനങ്ങളിലേക്ക് തൗഹീദ് എത്തിക്കുക. മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ യമനിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ ആദ്യം പറയേണ്ടത് തൗഹീദാണ്. പ്രവാചകന്മാർ വന്നപ്പോൾ അവരുടെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ദഅവത്ത് തുടങ്ങിയ ആദ്യ നിമിഷം മുതൽ അവിടുത്തെ മരണം വരെ പ്രവാചകൻ പറഞ്ഞത് എന്താ? തൗഹീദാണ്. അവിടുത്തെ മരണക്കിടക്കയിൽ അവിടുന്ന് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ മസാജിദുകളായി സ്വീകരിച്ചവരാണ്. ദഅവത്ത് തുടങ്ങുമ്പോൾ മലമുകളിൽ കയറി പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ഇത് സഹോദരങ്ങളെ നിർബന്ധമായും നാം മുറുകെ പിടിക്കണം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നിങ്ങൾ ഭാവിയിൽ ദഅവത്തിന് ഇറങ്ങേണ്ടവരാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടരുത്, അനാവശ്യമായ വിഷയങ്ങളിൽ നാം തലയിടരുത്. നമുക്കൊതുങ്ങുന്ന വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുക. നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം എന്താണ്? തൗഹീദി ദഅവത്തിനാണ്. ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലേക്ക് നയിക്കാൻ, തൗഹീദുള്ളവരായി ആളുകളെ മരിപ്പിക്കാൻ നാം ശ്രമിക്കുക. എല്ലാവർക്കും തൗഹീദ് പറഞ്ഞു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ദഅവത്ത് യഥാരൂപത്തിൽ നടത്തുന്ന ആ കാലഘട്ടം, എവിടെ പരിപാടി നോക്കിയാലും ആരാധന അള്ളാഹുവിന് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, പ്രമാണങ്ങളിലേക്ക് ഖുർആനും സുന്നത്തും, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഭൗതികമായ വിഷയങ്ങളിലാണ് ചർച്ച. അതുകൊണ്ട് നമ്മുടെ ആ പഴയ ഇസ്സത്ത് സഹോദരങ്ങളെ നാം തിരിച്ചു കൊണ്ടുവരണം. തൗഹീദി ദഅവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം. എപ്പോഴും തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആളുകൾ നമ്മെ കുറ്റം പറയുന്നത്ര തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ആളുകൾ പറയണം, അവർക്ക് വായ തുറന്നാൽ തൗഹീദേ ഉള്ളൂ, ആ രൂപത്തിൽ നമ്മെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല, തൗഹീദ് നാം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ ദഅവത്തിന്റെ അടിസ്ഥാനമാണ്. അത് നിങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചില ആളുകൾ അനാവശ്യമായ തർക്കങ്ങളിൽ, വേണ്ടാത്ത വിഷയങ്ങളിലുള്ള സംസാരങ്ങളിലൊക്കെ പോകുന്നു. അത് നാം മാറ്റണം. അതുപോലെ തന്നെ സലഫി ദഅവത്തിന്റെ മറ്റൊരു അടിസ്ഥാനമാണ് ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ബിദ്അത്തുകൾക്കെതിരിൽ പ്രവർത്തിക്കുക എന്നുള്ളത് സലഫി ദഅവത്തിന്റെ രണ്ടാമത്തെ ഉസൂലുകളിൽ പെട്ടതാണ്. ബിദ്അത്തിനെയും ബിദ്അത്തിന്റെ ആളുകളെയും നാം ഉപേക്ഷിക്കണം. ഒരു ബിദ്അത്തും അനുവദിച്ചുകൂടാ. ഒരു ബിദ്അത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരായ, ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയാം. സലഫി ദഅവത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ് തൗഹീദിലേക്കുള്ള ദഅവത്ത്. അത് നാം മുൻഗണന കൊടുത്ത് തന്നെ കാണണം. ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നാം തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുക. അതൊരിക്കലും അവരിൽ നിന്നൊന്നും മോഹിച്ചിട്ടല്ല, മറിച്ച് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സത്യസന്ധമായി നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. അതിന് നമ്മൾ നന്നായി പണിയെടുക്കുക. തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു പക്ഷെ ഒന്നാമത് പറയുമ്പോൾ അവർ നിന്നെ തള്ളും, രണ്ടാമത് പറയുമ്പോൾ ഒരു പക്ഷേ ചീത്ത പറയും, മൂന്നാമത് പറയുമ്പോൾ വീട്ടിൽ കയറ്റില്ല. എത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി സ്വന്തം നാട് പോലും ഉപേക്ഷിച്ചിട്ടുണ്ട്. മക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. മക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മക്ക നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക അഹബ്ബുൽ ബിലാദി ഇലൈ, തീർച്ചയായും നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് എന്നുള്ളത് അള്ളാഹുവിനറിയാം. ഇത്രയും ഇഷ്ടമുള്ള നാട് വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്ന എന്തിനു വേണ്ടിയാ? തൗഹീദി ദഅവത്തിനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദഅവത്തിൽ നമ്മെ ആര് കുറ്റം പറഞ്ഞു നടന്നാലും അവർക്കെതിരിൽ മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയാതെ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിൽ നമ്മുടെ ദഅവത്തിന് വിജയമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ബിദ്അത്തിനെതിരെയും ബിദ്അത്തിന്റെ ആളുകൾക്കെതിരിലും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ബിദ്അത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയുടെ ചില ആസാറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, ബിദ്അത്താണ് തെറ്റുകളെക്കാളും പിശാചിന് ഇഷ്ടമായ പ്രവർത്തനം. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, കള്ളു കുടിക്കുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടം എന്താണ്? അവൻ ബിദ്അത്ത് ചെയ്യലാണ്. ഇല്ലാത്ത ഒരു അമൽ ഉണ്ടാക്കി അവൻ ചെയ്യലാണ്. അതാണ് പിശാചിന് കൂടുതൽ ഇഷ്ടമെന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞതായി കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു, ലിഅന്നൽ ബിദ്അത ലാ യുസാബു മിൻഹാ, കാരണം ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവർ അതിൽ നിന്ന് തൗബ ചെയ്യുന്നതിനെ കുറിച്ച് പൊതുവെ ചിന്തിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തിനെതിരിൽ ആളുകൾ പുതിയ സലാത്തുകൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയെത്ര ബിദ്അത്തുകൾ കാണുന്നുണ്ട്. ഓരോരോ ദിവസവും പുതിയ സലാത്തുകൾ ആളുകൾ കൊണ്ടുവരും. ഓരോരോ ദിവസവും പുതിയ പുതിയ കർമ്മങ്ങൾ ആളുകൾ കൊണ്ടുവരുന്നു. പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ, പുതിയ പുതിയ കിതാബുകൾ, പല പേരിലും ഇതൊക്കെ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു.
പക്ഷേ തെറ്റുകൾ നിരന്തരമായി കണ്ട് നമ്മൾ ശീലിച്ചത് കൊണ്ട് ഈ തെറ്റുകളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ബിദ്അത്തിനെതിരെ പ്രവർത്തിക്കുക, ബിദ്അത്തുകാരെ ഉപേക്ഷിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. യൂനുസ് ബിൻ അബി ഉബൈദ റഹിമഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ഒരു ബിദ്അത്തുകാരന്റെ വീട്ടിൽ നിന്ന് വരുന്നത് കണ്ടു. അദ്ദേഹം മകനോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? അവൻ പറഞ്ഞു, ഇന്ന അയാളുടെ വീട്ടിൽ നിന്നാണ്. യൂനുസ് ബിൻ ഉബൈദ് പറഞ്ഞ വാക്ക് ഇത് ഇമാം ആജൂരി അദ്ദേഹത്തിന്റെ ശരീഅയിലും മറ്റും ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിനെ, യൂനുസ് ബിൻ ഉബൈദ് പറഞ്ഞതാണ്, നീ അള്ളാഹുവിനെ ജനങ്ങളുടെ സമ്പാദ്യം മോഷ്ടിക്കുന്നവനായി, അതുപോലെ തന്നെ വ്യഭിചാരിയായി, ആളുകളെ വഞ്ചിക്കുന്നവനായി കണ്ടുമുട്ടുന്നതാണ് ഈ ബിദ്അത്തുകാരന്റെ സംസാരം കേട്ട് നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാളും നല്ലത് എന്ന് യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു. ഇത്രയും ഗൗരവത്തിൽ സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ ബിദ്അത്തുകാരുടെ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ വക്താക്കളെ നാം ഒഴിവാക്കുക. അവർക്ക് ദഅവത്ത് കൊടുക്കാം, അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം. പക്ഷേ അവർ ദീനിലേക്ക് വരുന്നില്ല എന്ന് കണ്ടാൽ, അവർ ദീനിനെതിരിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ, പ്രത്യേകിച്ച് അവരുടെ ബിദ്അത്തുകളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യുക? പരിപൂർണമായി ഒഴിവാക്കുക. അവരുമായി ബന്ധം നിലനിർത്തുക എന്നുള്ളത് ശറഅ് നമുക്ക് അനുവദിച്ചതല്ല. അപ്പോൾ ബിദ്അത്തുകാരെയും ബിദ്അത്തിനെയും എതിർക്കുക എന്നുള്ളത് സലഫിയത്തിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സലഫിയത്തിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക. അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക. അല്ലാഹു പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്ത വിഷയങ്ങളിൽ നീ നിൽക്കരുത്. എന്തുകൊണ്ടാണ്? ഇന്നസ്തമഅ, നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ കാഴ്ച, വൽ ഫുആദ, നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതൊക്കെ അല്ലാഹു ചോദ്യം ചെയ്യും. പറയാത്ത കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് തഫ്സീറിന്റെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി ദീനിന്റെ വിഷയത്തിൽ സംസാരിച്ചു, എന്നിട്ട് അവൻ പറഞ്ഞത് ശരിയാണ്, അറിവില്ലാതെയാണ് സംസാരിച്ചത്, പക്ഷെ അവൻ പറഞ്ഞത് ശരിയായി പോയി, എങ്കിലും അവൻ ചെയ്തത് തെറ്റാണ്. കാരണം ദീനിൽ അറിവില്ലാതെ അവൻ സംസാരിച്ചു. ഇന്ന് ആളുകളുടെ അവസ്ഥ എന്താ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചാൽ മതി. ഒരു മസലയെ കുറിച്ച് ധാരണയുണ്ടാവില്ല, എന്നാൽ ആ മസല ചർച്ച വന്നാൽ എനിക്ക് തോന്നുന്നത് അതിങ്ങനെയാണ്, എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, എനിക്ക് മനസ്സിലാകുന്നത് അതിന്റെ ഹുക്ം ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്നവരുടെ മക്കൾക്ക് ഒരു അസുഖം വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ പറയോ, എനിക്ക് തോന്നുന്നത് അത് ഇന്ന തരത്തിലുള്ള അസുഖമാണ്, ഇന്ന മെഡിസിൻ കൊടുത്തേക്കും എന്ന് പറയോ? പറയില്ല. അതിനെക്കുറിച്ച് അറിയുന്ന ഡോക്ടറുടെ അരികിലേക്ക് പോകും. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ സംസാരത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ അങ്ങനെ ദീനിൽ സംസാരിക്കുന്നെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് പറയുന്ന ഒരു വാക്കുണ്ട് പ്രവാചകനെ കുറിച്ച്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, മുഹമ്മദ് എന്റെ മേൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ, പ്രവാചകനെ കുറിച്ച്, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, എന്റെ വലത് കൈകൊണ്ട് ഞാൻ അവനെ പിടിക്കും, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അവന്റെ നരമ്പുകൾ, നാടി നരമ്പുകൾ ഞാൻ മുറിച്ചു കളയും. ഇത് അള്ളാഹു പറയുന്നതാണ്. അള്ളാഹു പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറയുന്നുവെങ്കിൽ അതിന്റെ ഗൗരവം സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. ദീനിന്റെ വിഷയങ്ങളിൽ അറിവില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഈ ദീൻ കൈകാര്യം ചെയ്തത് അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ്. കിബാറുകളായ വലിയ വലിയ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത ദീനാണ്. അതല്ലാതെ ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയയും മറ്റും വന്നതിന് ശേഷം അറിയാത്ത വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദീൻ നിസ്സാരമാണ് നിങ്ങൾ കരുതരുത്. ദീന് കൈകാര്യം ചെയ്തവർ മഹത്വമുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട, അള്ളാഹുവിനെ പേടിക്കുന്ന ഉലമാക്കളാണ്. ഇന്ന് കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ പിന്മുറക്കാരായ ഉലമാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ്. അതല്ലാതെ സാധാരണക്കാർ ഒരു കാരണവശാലും സഹോദരങ്ങളെ ദീനിൽ സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇന്ന മസലയിൽ നീ സംസാരിച്ചില്ല എന്ന ചോദ്യം നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം നഫ്സിന് ആവശ്യമായ വിഷയങ്ങളിൽ മാത്രം തലയിടുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ദീനിന്റെ മസായിലുകളിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ആ മസല ഗൗരവത്തോടുകൂടി കാണുക. എപ്പോഴും ഓർക്കുക, ഞാൻ ഈ സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രധാന ഒരു കാര്യം എന്താ? മുൻഗാമികളെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവർ എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്നവരായിരുന്നു, എത്രമാത്രം അവർ സൂക്ഷ്മത കാണിച്ചു. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി പറയുന്നു, ഞാൻ 120 സഹാബികളെ കണ്ടിട്ടുണ്ട്. അവരിൽ ഒന്നാമത്തെ സഹാബിയുടെ അരികിൽ ഒരാൾ ചോദ്യമായിട്ട് വന്നാൽ അദ്ദേഹം പറയും എനിക്കറിയില്ല, അടുത്ത ആളോട് ചോദിച്ചു. അവർക്ക് അറിയാനിട്ടല്ല, അവർ അത്രയും സൂക്ഷ്മത കാണിച്ചു. അവർ പറയും രണ്ടാമത്തെ ആളോട് പോവുക. അദ്ദേഹം പറയാണ്, അങ്ങനെ ആദ്യത്തെ വ്യക്തിയിലേക്ക് ആ മസല തിരിച്ചെത്തും. 120 ആളും കഴിഞ്ഞ് ഒന്നാമത്തെ ആളിലേക്ക് തന്നെ മസല വരുമ്പോൾ ആരും മറുപടി പറയാത്തത് കാരണത്താൽ ഇദ്ദേഹം മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചോദിക്കുന്ന വിഷയത്തിലൊക്കെ മറുപടി നൽകുന്നവൻ ഭ്രാന്തനാണ്.
അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല വളരെ ശക്തമായി ആക്ഷേപിച്ചതായി കാണാം. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? ദീനി മസലകളിൽ നിസാരമായി കാര്യങ്ങൾ സംസാരിക്കും. ഇത് നമ്മുടെ സലഫിയത്തിന്റെ കോട്ടം വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു വിഷയം, സലഫി മൻഹജിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഈ മൻഹജ് പരിപൂർണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം അഖീദ മാത്രമല്ല നമ്മുടെ മൻഹജ്, അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതല്ല സലഫി മൻഹജ്. മറിച്ച് സലഫി മൻഹജ് എന്ന് പറയുന്നത് പരിപൂർണമായ മൻഹജാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ സലഫി ആയിരിക്കണം. ആളുകളോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നീ സലഫി ആയിരിക്കണം. നിന്റെ കുടുംബകാര്യത്തിൽ നീ സലഫി ആയിരിക്കണം. നിന്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ നീ സലഫി ആയിരിക്കണം. നിന്റെ മക്കളോടുള്ള പെരുമാറ്റം നീ സലഫി ആയിരിക്കണം. രാത്രി നിസ്കാരത്തിൽ നീ സലഫിയത്ത് കാണിക്കണം. സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്റെ സലഫിയത്ത് ഉണ്ടാകണം. അതല്ലാതെ സലഫിയത്ത് എന്ന് പറയുന്നത് കേവലം അഖീദ വിഷയങ്ങളിൽ മാത്രം കാണിക്കേണ്ടതല്ല. എല്ലാ മേഖലയിലും സഹോദരങ്ങളെ നാം നമ്മുടെ സലഫിയത്ത് കാണിക്കണം. എല്ലാ മേഖലകളിലും ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദീനിന്റെ മേഖലകൾ, സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും രാത്രി നിസ്കാരമാണെങ്കിലും എല്ലാ മേഖലയിലും നമ്മുടെ സലഫിയത്ത് നാം കാണിക്കണം. നമ്മുടെ സ്വഭാവം സലഫിയത്തിന്റെ ഭാഗമാണ്. ചില ആളുകൾ കഠിനമായ സ്വഭാവം വെച്ച് ആളുകളെ കാണുമ്പോൾ ചിരിക്കാത്തവർ, ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുകൂടുന്നവർ, ഇതൊന്നും നമ്മുടെ സലഫിയത്തിന് ചേർന്ന പ്രവർത്തനമല്ല. അപ്പൊ സലഫിയത്ത് എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു ദീനിന്റെ ആശയമാണ്. അത് കേവലം വിശ്വാസ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് എല്ലാ മേഖലകളിലും നാം നമ്മുടെ സലഫിയത്ത് കാണിക്കണം. ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഉമ്മു ഹബീബയുടെ ഹദീസ് നമ്മൾ കേട്ടു. ആരെങ്കിലും മൻ സല്ല ഫീ യൗമിൻ വലൈലത്തിൻ 12 റക്അ ബനല്ലാഹു ബിഹിന്ന ബൈതൻ ഫിൽ ജന്ന, ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകും. ഈ ഹദീസ് കേട്ടാൽ നാം സലഫിയാകണം. ഹദീസിന്റെ വിഷയത്തിൽ എങ്ങനെയാണ്? അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യാം. അതുപോലെ തന്നെ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾ പരസ്പരം അവരുടെ സ്നേഹത്തിൽ അനുകമ്പയിൽ ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദശ്തകാ മിൻഹു ഉദ്വുൻ, അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ പ്രയാസമുണ്ടായാൽ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, അവന്റെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളും അവന്റെ വേദനയിൽ പങ്കുചേരും. ഇതുപോലെ നമ്മുടെ ഒരു സഹോദരന് പ്രയാസം ഉണ്ടാകുമ്പോൾ അവന്റെ പ്രയാസത്തിൽ നാം നമ്മുടെ സലഫിയത്ത് കാണിക്കണം. ഒരാൾക്ക് പ്രയാസമുണ്ടെന്ന് കണ്ടു, അയാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, ആരെങ്കിലും ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അവൻ ആ കടം വീട്ടുന്നത് വരെ ഈ പണം എല്ലാ ദിവസവും സദഖ ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്ന് പറഞ്ഞാൽ, എന്നോട് ഒരാൾ കടം ചോദിച്ചു, ഞാൻ അയാൾക്ക് ഒരാഴ്ച അവധി വെച്ചുകൊണ്ട് പൈസ കടം കൊടുത്താൽ ഈ 7 ദിവസത്തിൽ ഞാൻ 1000 രൂപയാണ് കടം കൊടുത്തതെങ്കിൽ എല്ലാ ദിവസവും 1000 രൂപ വെച്ച് സദഖ ചെയ്ത പ്രതിഫലം എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവധി എത്തി, അദ്ദേഹം വന്നിട്ട് പറയാണ്, ഇപ്പം തിരിച്ചടക്കാൻ കയ്യിൽ പൈസയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവധി എത്തിയതിനു ശേഷം രണ്ടാമത് കൊടുക്കുന്ന അവധിയിൽ ഓരോരോ ദിവസവും അതിന്റെ ഇരട്ടി സദഖ ചെയ്ത പ്രതിഫലമാണ്. അഥവാ എല്ലാ ദിവസവും 2000 രൂപ വെച്ച് ഞാൻ സദഖ ചെയ്ത പ്രതിഫലം. ഇങ്ങനെ എല്ലാ ഹദീസുകളും നിങ്ങൾ കേൾക്കുമ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ സലഫിയത്ത് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല പറയുന്നു, മുൻഗാമികൾ ഒരു കാര്യം പഠിച്ചാൽ അത് അമൽ ചെയ്യും. അതാണ് സലഫിയത്ത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, സലഫിയത്ത് എന്ന് പറയുന്നത് ഷാമിലായ ഒരു കാര്യമാണ്. വിശ്വാസ കാര്യങ്ങളും സ്വഭാവ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മൻഹജാണ് സലഫി മൻഹജ്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി നാം മാറുക. അവസാനം ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സലഫി അഖീദയിലുള്ള അഥവാ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്ന സലഫുസ് സാലിഹീങ്ങളുടെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ അദ്ദേഹത്തെ അത് കാരണമെന്ന് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അഹ്ലുസുന്നയുടെ മൻഹജിൽ നിന്ന് പുറത്താക്കുകയില്ല, അദ്ദേഹം മുബ്തദിയാണെന്ന് പറയുകയില്ല. മറിച്ച് ആ പിഴവ് എന്താണെന്ന് നോക്കും. അതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു മാനദണ്ഡം, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന്, ഗവേഷണം അനുവദിക്കപ്പെടുന്ന മസ്അലകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫിഖ്ഹിന്റെ മസ്അലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത്തരത്തിലുള്ള വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമെങ്കിൽ, ഇപ്പൊ കൈ എവിടെ കെട്ടണം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. അതുപോലെ തന്നെ ഇഅ്തിദാലിൽ കൈ കെട്ടേണ്ടതുണ്ടോ വേണ്ടയോ എന്ന അഭിപ്രായ വ്യത്യാസം. അത്തഹിയ്യാത്തിൽ വിരൽ അനക്കണോ വേണ്ടയോ എന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഫോട്ടോഗ്രാഫി അനുവദനീയാണോ അല്ലയോ എന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇതൊക്കെ ഇജ്തിഹാദിയായ മസായിലുകളാണ്. ഈ മസായിലുകളിൽ യാതൊരു കാരണവശാലും എതിർപക്ഷത്തുള്ള ആളുകളെ ബിദ്അത്തുകാരനാണെന്നോ വഴിപിഴച്ചവനാണെന്നോ പറയരുത്. അങ്ങനെ പറയുന്നുവെങ്കിൽ നീ പാപിയാണ്, പറയുന്നവൻ കുറ്റക്കാരനാണ്. എങ്ങനെയാണ് ഒരു മസ്അല ഇജ്തിഹാദിയാണോ എന്ന് മനസ്സിലാക്കുക? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ മസ്അല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നോക്കുക. അവർ അഭിപ്രായ വ്യത്യാസം അംഗീകരിച്ച മസ്അലയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക.
ചില ആളുകൾ ദീനിന്റെ ചില മസാലകളൊക്കെ സംസാരിക്കും. ഇപ്പൊ കൈകെട്ടുന്ന വിഷയം, അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കാതെ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. അത് ചെയ്യുന്നവൻ കുറ്റക്കാരനാണ്. അങ്ങനെ ആ വിഷയത്തിൽ കണിശത കാണിക്കാൻ ദീൻ അനുവാദം നൽകുന്നില്ല. ഇപ്പൊ സഹാബത്തിന്റെ വിഷയത്തിൽ ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫിദുല്ലാഹ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മസായിലുകളിൽ. അവരാരെങ്കിലും പരസ്പരം കുറ്റം പറഞ്ഞിരുന്നു? ഒരു സഹാബി ഒരു അഭിപ്രായം പറയും, മറ്റൊരു സഹാബി അതിനെതിരായി അഭിപ്രായം പറയും, പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഒരിക്കൽ ഒരു വിഷയത്തിൽ യൂനുസ് ബിൻ അബ്ദുല്ല അൽ അസ്സദഫിയുമായി സംസാരം നടത്തി. ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസം, അവർ തമ്മിൽ യോജിച്ചിട്ടില്ല. പക്ഷേ വേറൊരു ദിവസം ഇമാം ഷാഫിഈ യൂനുസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മസലയിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലായാലും നമ്മുടെ സാഹോദര്യം നിലനിൽക്കാൻ അതെന്താണ് തടസ്സം? ഇതാണ് അവരുടെ സ്വഭാവം, ഇതാണ് അവർ കാണിച്ച സ്വഭാവം. അതുകൊണ്ട് ഇജ്തിഹാദിയായ മസായിലുകളിൽ, ഗവേഷണമുള്ള മസായിലുകളിൽ, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം അംഗീകരിച്ച മസായിലുകളിൽ ഒരു കാരണവശാലും സഹോദരങ്ങളെ, എതിർകക്ഷികളെ അവർ വഴികേടിലാണെന്ന് പറയരുത്. എന്നാൽ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടാത്ത മസായിലുകളുണ്ട്. ഏതുപോലെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, അതിലൊരാൾ പറയാണ് ഞാൻ അതിനെ നിഷേധിക്കും, അല്ലെങ്കിൽ അശാഇറകൾ പറയുന്നത് പോലെ അതിൽ ചിലത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അത് അഹ്ലുസുന്ന അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കാത്ത മസലയാണ്. അതിൽ അവരെ കർശനമായി എതിർക്കാം. അവർ ബിദ്അത്തുകാരാണെന്ന് പറയാം, അവർ ദലാലത്തിന്റെ ആളുകളാണെന്ന് പറയാം, അതിൽ കണിശത കാണിക്കാം. അപ്പോൾ ഉലമാക്കൾ കണിശത കാണിച്ചതിൽ നമ്മൾ കണിശത കാണിക്കുക. സഹാബത്തും താബിഈങ്ങളുടെയും പ്രവർത്തനം നാം നോക്കിക്കൊണ്ട് അമൽ ചെയ്യുക. അതല്ലാതെ നമ്മുടെ ആവേശം കാണിക്കാനുള്ളതല്ല ദീൻ. ഈ ദീനിനെ റബ്ബ് സംരക്ഷിക്കും, നമ്മുടെ ആവേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. ഈ ദീനിനെ അല്ലാഹു സംരക്ഷിക്കും. അദ്ദീനു ദീനുല്ലാഹ്, ഇത് റബ്ബിന്റെ ദീനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമിതമായ ആവശ്യം എപ്പോഴും നമ്മുടെ ദീനിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി, ഈ മസലകൾ മനസ്സിലായില്ലേ, ഇജ്തിഹാദിയായതും ഇജ്തിഹാദി അല്ലാത്തതും. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തിയിൽ നിന്നൊരു പിഴവ് സംഭവിച്ചാൽ ആ പിഴവ് എന്താണെന്ന് നോക്കുക. ഒരു വ്യക്തി തബ്ദീഅ് ചെയ്യപ്പെടുക രണ്ടാലൊരു സാഹചര്യത്തിലാണ്, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താവുക രണ്ടാലൊരു സാഹചര്യത്തിലാണ്. ഒന്നുകിൽ അഹ്ലുസുന്നയുമായി മൊത്തത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് ഒരു വിഭാഗം പറയാണ്, തബ്ലീഗ് ജമാഅത്തിനെ പോലുള്ളവർ, ഞങ്ങൾ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയില്ല. ഇപ്പൊ തൗഹീദി ദഅവത്ത് പരിപൂർണമായി അവർ എതിർത്തു. അതിൽ ധാരാളം ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ പറയാണ്, ഞങ്ങൾ തെറ്റുകൾ നിരോധിക്കുകയില്ല, തെറ്റുകളെ തൊട്ട് ആളുകളെ വിലക്കുകയില്ല. ഇത് അവരുടെ കിതാബുകളിൽ അവർ എഴുതി വെച്ചതാണ്. ഞങ്ങൾ തെറ്റുകൾ ആളുകളെ വിലക്കുകയില്ല. അപ്പൊ അത് അഹ്ലുസുന്നയുമായി മൊത്തത്തിലുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് കാരണം എന്ത് ചെയ്യും? അവർ തബ്ദീഅ് ചെയ്യപ്പെടും, ബിദ്അത്തുകാരാണെന്ന് പറയും. എന്നാൽ അതുപോലെ തന്നെ തബ്ദീഅ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഒരു ചെറിയൊരു മസ്അല. ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ആരെങ്കിലും അഹ്ലുൽ ബിദ്അന്റെ അഭിപ്രായം സ്വീകരിച്ചാൽ അവൻ ബിദ്അഇയായി പരിഗണിക്കപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങുന്ന മസ്അല, ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുക, അതുപോലെ തന്നെ അവർക്കെതിരിൽ ഇറങ്ങുക, അത് ഭരണാധികാരിയെ അനുസരിക്കുക എന്ന് പറയുന്ന വലിയൊരു വിഷയത്തിന്റെ താഴെ വരുന്നൊരു ഭാഗമാണ്. കുറെ വിഷയങ്ങളുണ്ട് അതിൽ, താഅത്ത്, അതുപോലൊരു വിഷയമാണ് അവർക്കെതിരിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ആ വിഷയത്തിൽ ബിദ്അത്തുകാരുടെ സമീപനം സ്വീകരിച്ചാൽ അവനെ എന്ത് ചെയ്യും? തബ്ദീഅ് ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയിൽ പെട്ടതാണ്. അഹ്മദ് ബിൻ സാലിഹ് എന്ന് പറയുന്ന വ്യക്തി ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാം എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. സുഫിയാൻ അസ്-സൗരി പറഞ്ഞു അദ്ദേഹം മുബ്തദിയാണ്. ഇമാം അഹ്മദ് പറഞ്ഞു അദ്ദേഹം മുബ്തദിയാണ്. കാരണം എന്താ? ആ വിഷയം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഉള്ള വിഷയമാണ്. ഇനി ഒരു മസ്അല, ആ മസ്അലയിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും അഭിപ്രായ വ്യത്യാസം അറിയപ്പെട്ട മസ്അലയല്ല. ആ വിഷയത്തിൽ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിയാൽ അത് കാരണം അദ്ദേഹത്തെ എന്ത് ചെയ്യില്ല? മുബ്തദിഅ ആക്കുകയില്ല. അത് അഖീദയിൽ സംഭവിക്കുന്ന പിഴവാണെങ്കിൽ പോലും, അഖീദയിൽ സംഭവിക്കുന്ന പിഴവുകളാണെങ്കിൽ പോലും, അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ലെങ്കിൽ ആ കാരണത്താൽ അവരെ തബ്ദീഅ് ചെയ്യില്ല. ധാരാളം ഉദാഹരണങ്ങൾ. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രൂപത്തിൽ മനുഷ്യരെ പടച്ചു എന്ന് പറയുന്ന ഹദീസ് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് തെറ്റുപറ്റി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ബയാൻ തൽബീസ് അൽ ജഹ്മിയയിൽ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, വഹുവ മഅ ദാലിക ഇമാമുൻ മിൻ അയിമ്മത്തിൽ മുസ്ലിമീൻ. ആ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ഖുർആനിലെ ഒരു ആയത്ത്, ബൽ അജിബ്തു എന്ന് പറയുന്ന ഒരു ആയത്ത്, അള്ളാഹുവിന്റെ ഒരു സിഫത്ത് പരാമർശിക്കുന്ന ആയത്ത്, ഖാദി ശുറൈഹ് പറഞ്ഞു ആ സിഫത്ത് ഞാൻ അംഗീകരിക്കുകയില്ല. പക്ഷെ ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അറിയപ്പെട്ട മേഖലയല്ല. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു അദ്ദേഹത്തെ തബ്ദീഅ് നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഖസ്സാബ്, അഹ്മദ് അൽ ഖസ്സാബ് പറഞ്ഞു ഖബർ ശിക്ഷയുണ്ട്, പക്ഷെ ഖബർ ശിക്ഷ കാലാകാലം തുടരുകയില്ല എന്ന് പറഞ്ഞു.
ഈ അഭിപ്രായം അഹ്ലുസുന്നക്കെതിരാണ്. പക്ഷെ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും എതിരായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പെട്ടതല്ല. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തെ തബ്ദീഅ നടത്തിയിട്ടില്ല. ഇങ്ങനെ അനേകം മസ്അലകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ദഹബി റഹിമഹുല്ലാ ഇബ്നു ഖുസൈമയുടെ വിഷയത്തിൽ സിയർ അലാമിൻ നുബലായിൽ ഉദ്ധരിച്ചത്, ഓരോരോ വ്യക്തികളെയും അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റ് കാരണത്താൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒരാളും ബാക്കിയുണ്ടാവുകയില്ല. എത്രയോ പിഴവുകൾ ഇങ്ങനെ വ്യക്തികളിൽ നിന്ന് സംഭവിക്കും. അതുകൊണ്ട് തബ്ദീഅ ചെയ്യാൻ അഹ്ലുസുന്നയിൽ നിന്ന്, സലഫിയ്യത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നത് രണ്ട് സാഹചര്യത്തിലാണ്. ഒന്നുകിൽ അഹ്ലുസുന്നയുമായി മൊത്തത്തിലുള്ള ഒരു വിഷയത്തിൽ എതിരാവുക, ഒന്നുകിൽ തൗഹീദ് നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റുകളെ വിലക്കുകയില്ലെന്ന് പറയാം, അല്ലെങ്കിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു വിഷയത്തിൽ അഹ്ലുസുന്നയോട് എതിരാവുക, എന്നാലും അവനെ തബ്ദീഅ ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും ജുസ്ഇയാത്തുകളിൽ എന്തെങ്കിലും ഒരു പിഴവുകൾ വരുമ്പോഴേക്ക് ആളുകളെ തബ്ദീഅ ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജിൽ പെട്ടതല്ല. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒരിക്കലും അതിര് കവിഞ്ഞു പോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ സലഫി മൻഹജ് നാം പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് മനസ്സിലാക്കാനും അതിര് കവിയാതെ അല്ലാഹുവിന്റെ ദീന് പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.